ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നു മുതൽ പുറപ്പാട് പുസ്തക വായനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വായനാ ഭാഗം പുറപ്പാട് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. പുറപ്പാട് ഒരു മൗനത്തോടെ ആരംഭിക്കുന്നു. എന്നാൽ അത് ശൂന്യ മൗനം അല്ല. ദൈവം ഒരു വലിയ പ്രവർത്തനത്തിനായി ഒരുങ്ങുന്ന മൗനമാണ്. ഇസ്രായേലിൻ്റെ ഒരു തലമുറ അവസാനിക്കുന്നു. ഒരിക്കൽ അനുഗ്രഹത്തോടെ ഈജിപ്തിൽ എത്തിയവർ ഇപ്പോൾ പീഡനത്തിൽ ജീവിക്കുന്നു. കാലഘട്ടങ്ങൾ എത്ര വേഗം മാറുന്നു എന്നതിന് ഉദാഹരണം. ചരിത്രം യോസെഫിനെ മറന്നേക്കാം, എന്നാൽ ദൈവം തൻ്റെ നിയമം ഒരിക്കലും മറക്കില്ല. മനുഷ്യർ കഥകൾ മാറ്റുമ്പോഴും ദൈവം തൻ്റെ വാഗ്ദാനം നിലനിർത്തുന്നു. ദൈവം വേദനയെ ദൂരത്തുനിന്ന് നോക്കുന്നവനല്ല, അതിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. അവൻ നിഷ്ക്രിയനല്ല, ക്ഷമയുള്ളവനാണ്. അവൻ അകന്നവനല്ല, ഒരുക്കുന്നവനാണ്. വിമോചനം കാണുന്നതിന് മുമ്പ് തന്നെ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് ഓരോ വിശ്വാസിയുടെയും കഥയാണ്. ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആരും അതിനെ തടയാനാവില്ല. 1-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ വർധനവ് യാദൃച്ഛികമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ നിറവേറ്റലാണ്. എന്നാൽ അനുഗ്രഹം വന്നെടുത്ത് എതിർപ്പ് ഉണ്ടായി. ഫറവോൻ്റെ ഭയം നിയന്ത്രണമായി മാറി. നിയന്ത്രണം ക്രൂരതയായി. ദൈവം അനുഗ്രഹിക്കുന്നിടത്താണ് ശത്രു ആക്രമിക്കുന്നത്. അടിമത്തം ശരീരത്തോട് മാത്രമല്ല, അവരുടെ തിരിച്ചറിവിനെയും ഭാവിയെയും തകർക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ സത്യം, അവർ കൂടുതൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിച്ചതിനെ സമ്മർദ്ദം മൂലം അടിച്ചമർത്താനാവില്ല. പ്രസവ മധ്യസ്ഥ സ്ത്രീകൾ അഥവാ സൂതകർമ്മിണികൾ ചരിത്രം മാറ്റിയ നിശബ്ദ വീരകളാണ്. അവർ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ ഭയക്കുന്നത് ലോകത്തെ എതിർക്കാൻ ഇടയാക്കും എന്നുള്ളതാണ്. ഇന്നും സമ്മർദ്ദങ്ങൾ മാറിയിട്ടില്ല, രൂപം മാത്രമാണ് മാറിയത്. സമ്മർദ്ദം നമ്മളെ രൂപപ്പെടുത്തുമോ തകർക്കുമോ? ദൈവം ചിലപ്പോൾ സമ്മർദ്ദം അനുവദിക്കുന്നത് നമ്മളെ തകർക്കാനല്ല, ഉള്ളിൽ എന്താണെന്ന് കാണിക്കാനാണ്. വിശ്വാസം സമ്മർദ്ദത്തിൽ തകർന്നാൽ അത് ആഴമില്ലാത്തതാണ്. നിലനിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. യഥാർത്ഥ പോരാട്ടം പുറത്തല്ല, അകത്താണ്. നിങ്ങളെ നിർവചിക്കുന്നത് സമ്മർദ്ദമല്ല, നിങ്ങളിലുള്ള ദൈവമായിരിക്കണം. 2-ാമത്തെ അധ്യായത്തിൽ മോശയുടെ ജീവിതം സുഖത്തിലല്ല, പ്രതിസന്ധിയിലാണ് ആരംഭിക്കുന്നത്. ലക്ഷ്യം പലപ്പോഴും കഷ്ടതയിൽ ജനിക്കുന്നു. അവൻ്റെ രക്ഷ ഇറ്റ്സെൽഫ് ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അപകടം പോലും സംരക്ഷണമായി മാറും. കൊട്ടാരത്തിൽ വളർന്നതുകൊണ്ട് അവൻ പലതും പഠിച്ചു. എന്നാൽ അത് അവസാന പരിശീലനം അല്ല. അവൻ്റെ ആവേശപരമായ തെറ്റ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശമില്ലാത്ത ആവേശം പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അവൻ ഓടിപ്പോയപ്പോൾ അത് അവസാനമായി അവന് തോന്നി. എന്നാൽ അത് മോശയുടെ രൂപാന്തരത്തിൻ്റെ തുടക്കമായിരുന്നു. മിദ്യാൻ ഒരു പരാജയമല്ല, ദൈവത്തിൻ്റെ പാഠശാലയാണ്. നിശബ്ദതയും ഒറ്റപ്പെടലും മോശയെ തയ്യാറാക്കി. അതേസമയം ജനങ്ങൾ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. മറഞ്ഞ ഒരുക്കവും പൊതുവായ വിമോചനവും ദൈവത്തിൻ്റെ സമയത്തിൽ ഒന്നിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ ഒന്നും നടക്കാത്ത കാലഘട്ടങ്ങളുണ്ടാകാം, എന്നാൽ അത് നിങ്ങളുടെ രൂപീകരണ കാലം ആയിരിക്കാം. ദൈവം നിങ്ങൾ പോകുന്നിടത്തേക്കാൾ നിങ്ങൾ ആകുന്നതിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. തകർന്ന നിമിഷങ്ങളിൽ കൂടെ ദൈവം നമ്മളെ ഉറച്ച വ്യക്തിത്വങ്ങളായി മാറ്റുന്നു. 3-ാമത്തെ അധ്യായത്തിൽ കത്തുന്ന മുൾപ്പടർപ്പ് ഒരു അത്ഭുതം മാത്രമല്ല, ഒരു ക്ഷണമാണ്. സാധാരണ സ്ഥലങ്ങളിൽ ദൈവം അസാധാരണമായി സംസാരിക്കുന്നു. മോശ മുമ്പും അവിടെ പോയിട്ടുണ്ടാകും, എന്നാൽ ഈ പ്രാവശ്യം അവൻ തിരിഞ്ഞു നോക്കി. അതാണ് വ്യത്യാസം. ദൈവം മൗനമാണെന്നല്ല, പ്രശ്നം നാം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം മോശയെ വലിയ ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ അവൻ സംശയിക്കുന്നു.
അവൻ്റെ ചോദ്യങ്ങൾ സത്യസന്ധമാണെങ്കിലും അത് ഭയത്തെയും അസുരക്ഷിതത്വത്തെയും വെളിപ്പെടുത്തുന്നു. ദൈവം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നില്ല. അവൻ തൻ്റെ സാന്നിധ്യം നൽകുന്നു. ഞാനാകുന്നു എന്നത് ദൈവം എല്ലാ സാഹചര്യങ്ങളിലും മതിയാകുന്നവനാണ് എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ വിളി നമ്മുടെ ബലഹീനത വെളിപ്പെടുത്തും, പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയും നമ്മെ കാണിക്കും. ഇന്നും ദൈവം നമ്മെ വിളിക്കുന്നു. എന്നാൽ പ്രധാന ചോദ്യം നിങ്ങളുടെ തയ്യാറെടുപ്പല്ല, നിങ്ങളുടെ ലഭ്യതയാണ്. നിങ്ങൾ തയ്യാറാകുന്നത് വരെ കാത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും തുടങ്ങില്ല. ദൈവം പൂർണ്ണതയല്ല, സമർപ്പണത്തെയാണ് അന്വേഷിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ വസിക്കുന്നതിന് പകരം എൻ്റെ ഇപ്പോഴത്തെ സമ്മർദ്ദം, കാലതാമസം അല്ലെങ്കിൽ ഭയം എൻ്റെ വ്യക്തിത്വത്തെ പുനർനിർവചിക്കാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിളിക്ക് സമർപ്പിക്കാൻ എന്നെ തടയുന്ന കാരണം എന്താണ്? ഈ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.